ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സിംബാസ് ഗാർഡൻ. ഇന്ന് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റിന് പറ്റിയൊരു ഫംഗൽ അറ്റാക്കും, അതായത് ചീക്ക് രോഗം, അതിന് ഞാനെടുത്ത റെമഡി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് എൻ്റെ ഡ്രാഗൺ പ്ലാന്റ്. അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ വെറൈറ്റി ആയത് കണ്ടോ, നല്ല രീതിയിൽ ചീക്ക് വന്നിട്ടുണ്ട്. ആദ്യം ചെറുതായിട്ടൊരു യെല്ലോ ഡോട്ടെല്ലാം വന്നിട്ടുണ്ടായിരുന്നു, അതിന് ഞാൻ മരുന്നൊക്കെ അടിച്ചു കൊടുത്തു. ഇത് നല്ലോണം വന്നിട്ടുണ്ട് ഇപ്രാവശ്യം. ഇത് മെയിൻ ബ്രാഞ്ച് ആയതുകൊണ്ട് ഞങ്ങൾക്കത് മുറിച്ച് കളയാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഭാഗം നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് മരുന്ന് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പഴയ തുണി എടുത്തിട്ട് അത് നല്ലോണം അത് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിലുള്ള ബ്രാഞ്ചൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ബ്രാഞ്ചൊക്കെ ആണെങ്കിൽ നമുക്കത് മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. അത് ഇത്രയും ഭാഗങ്ങൾ ഞാൻ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് സാഫ് എന്ന് പറഞ്ഞൊരു ഫംഗിസൈഡാണ്. ഈ സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡ് നമുക്ക് എല്ലാ വളക്കടകളിലും കിട്ടും. ഫംഗിസൈഡ് നമ്മളെ ഈ ഫെർട്ടിലൈസറെല്ലാം വിൽക്കുന്ന എല്ലാ കടകളിലും ഇത് കിട്ടും. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി കൊടുക്കുക. കണ്ടോ, കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ ആക്കുക. ഒരു പഴയ പെയിൻറ്റ് ബ്രഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതിയാവും. ഇതിനു മുമ്പേ ചെറിയ രീതിയിൽ വന്നപ്പോൾ ഞാൻ നഴ്സറിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 5 ഗ്രാമോ മറ്റോ പറഞ്ഞത്. 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ നല്ല രീതിയിൽ വന്നതുകൊണ്ട് ഞാൻ സ്പ്രേ ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം സ്പ്രേ ചെയ്തത് ലെവലായിട്ടില്ലെങ്കിൽ ആ പ്ലാന്റ് മുഴുവൻ പോവും. അതുകൊണ്ട് ഞാൻ അവർ പെയിൻ്റ് അടിക്കുന്ന വരി മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലവറിംഗ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ മൊത്തത്തിലൊന്ന് അതിന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു ബ്രഷ് വെച്ചിട്ട്. അത് ഞാൻ കാണിച്ചു തരാം പെയിൻറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പല വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ വീട്ടിൽ നട്ടുണ്ടാക്കുന്ന ഫ്രൂട്ടിനും കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രൂട്ടിനും ടേസ്റ്റിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫ്രൂട്ടിൻ്റെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മധുരവും ഉണ്ട്. പക്ഷേ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഈ പ്ലാന്റ് വീട്ടിൽ ഉണ്ടാക്കുന്നതിന്, വീട്ടിൽ നട്ടു വളർത്തുന്നതിന് യാതൊരു കഷ്ടപ്പാടും ഇല്ല. ഒരു 50 രൂപയോ 100 രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ നഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ഡ്രാഗണിൻ്റെ തണ്ട് കിട്ടും. അതൊരു പെയിൻറ്റ് ബക്കറ്റിൽ വെച്ച് PVC പൈപ്പും കൊടുത്ത് ഇതേപോലെ ഒരു ടയർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് മതിലിൻ്റെ മുകളിലേക്ക് ചാരി വെച്ച് ഇതൊരു തൂങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം, എന്നാൽ ഇതൊരു ഫ്രൂട്ട് ഉണ്ടാവുമല്ലോ. ഇത് വേറൊരു വെറൈറ്റിയാണ്, പലോറ എന്ന് ഇതിൻ്റെ പേര്. യെല്ലോ കളർ ഡ്രാഗൺ ഫ്രൂട്ടായത്. ഞാൻ കഴിഞ്ഞ തവണ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായപ്പോൾ അതിൽ നിന്ന് മുറിച്ച് വെച്ച 2 തണ്ടായത്. ഗ്രോ ബാഗിൽ വെച്ചതാണ്. അതിന് എക്സ്ട്രാ ബ്രാഞ്ചസൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ പെയിൻറ്റ് ബക്കറ്റിലേക്ക് മാറ്റണം. അതിന് ഞാൻ ബാക്കിയുണ്ടായ ഫംഗിസൈഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഓരോ ഡ്രാഗൺ പ്ലാന്റ് വളർത്താൻ നോക്കാം. അപ്പോൾ ഓക്കെ.